പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ആ പ്രക്രിയ, അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിനെ സ്തുതിക്കലും അള്ളാഹുവിനെ വാഴ്ത്തലും അള്ളാഹുവിന്റെ ബഹുമാനങ്ങൾ എടുത്തു പറയലും. അപ്പോ പടച്ചവനെ നാം സ്തുതിക്കുമ്പോൾ അള്ളാഹുവിന്റെ ബഹുമാനം എടുത്തു പറയുമ്പോൾ ഞങ്ങളോടും അള്ളാഹു ഇങ്ങോട്ടും, അടിമകളാകുന്ന ഞങ്ങളോടും ഇങ്ങോട്ട് പടച്ചവനും സംഭാഷണം നടത്തും എന്നതാണ്. ഇർത്തിദാലിൽ വെച്ച് നാം പറയുന്നത് റബ്ബനാ ലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽ-അർദ് വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. വലിയ ഒരു സ്തുതിയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. ഇതിനേക്കാൾ വലുതുണ്ടോ? അത്ര വലുതാണ്. റബ്ബനാ ലക്കൽ ഹംദ്, പടച്ചവനെ നിനക്കാണ് ഹംദ്, സ്തുതി. എത്രയാ സ്തുതി? മിൽഅ അസ്സമാവാതി വമിൽഅ അൽ-അർദ്, ആകാശങ്ങൾ നിറയെ, വമിൽഅ അൽ-അർദ്, ഭൂമി നിറയെ, വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, ആകാശം ഭൂമി അത് കഴിഞ്ഞിട്ട് പടച്ചോനെ നീ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അത് മുഴുവനും അത് നിറയെ പടച്ചോ. നമ്മൾ ചിന്തിച്ചാലത് ചിലപ്പോ പറഞ്ഞു പോകും. നമ്മുടെ ചിന്തയിൽ നാം കണ്ടതും നാം ചിന്തിച്ചതും നാം കേട്ടതും മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിനോട് പറയാം, നമ്മൾ വിചാരിച്ചതല്ല പടച്ചോനെ, ആ ശീലത്ത നീ വിചാരിച്ചത്, നീ ചിന്തിച്ചത്, നിനക്കറിയുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അത് നിറയെ നിനക്കാണ് സ്തുതി. ഇതാണ് നിസ്കാരം. ഈ മഹാന്മാർ പറഞ്ഞത് ഈ അള്ളാഹുവിനെ പ്രകീർത്തിക്കലും അള്ളാഹുവിന്റെ ബഹുമാനങ്ങൾ എടുത്തു പറയലും അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ പറയലും ഈന് ദുആഉൽ ഇബാദ എന്നൊരു പേരാണ് വെച്ചത്. ദുആഉൽ ഇബാദ. നിസ്കാരത്തിന്റെ ഉള്ളിൽ പറഞ്ഞ 5 കാര്യങ്ങളാണ്. നിസ്കാരത്തിന്റെ ഉള്ളിൽ 5 കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ദുആഉൽ ഇബാദത്താണ്. അള്ളാഹുവിനെ പ്രകീർത്തിക്കൽ, അള്ളാഹുവിന്റെ ബഹുമാനങ്ങൾ എടുത്തു പറയണം. നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മിക്കവാറും കാണുന്ന ഇതാണ് അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ പറയണം. ഓരോ പോക്കിനും വരവിനും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അല്ലേ? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എല്ലാ ഹംദും പ്രകീർത്തനങ്ങളും ബഹുമാനങ്ങൾ എടുത്തു പറയണം. ഈ ദുആഉൽ ഇബാദ. രണ്ടാമത്തെ കാര്യം ദുആഉൽ ഹാജത. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രക്രിയയിൽ രണ്ടാമത്തെ വിഷയം ദുആഉൽ ഹാജ. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാനാണ്. നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറയാനാണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം, അല്ലെ? 2 സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം. ആ ഇരുത്തത്തിൽ നാം അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വആഫിനി. 6 വിഷയങ്ങളാണ്. മറ്റൊരു റിവായത്തിൽ അതിന്റെ പുറമെ വഅഫു അന്നി എന്നൊരു ദുആ കൂടി. അപ്പൊ എത്ര 7 കാര്യങ്ങൾ റബ്ബിനോട് നാം പറയാം. നമ്മുടെ ഹാജത്ത് അല്ലാഹുവിനോട് പറയാം. അതിന് മാന്മാർ പറഞ്ഞവർ ദുആഉൽ ഹാജത്ത് എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാനാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അയ്യ ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, ദുആയിൽ വെച്ച് ഏറ്റവും നല്ല ദുആ ഏതാണ് ചോദിച്ചത്. ദുആയിൽ, പ്രാർത്ഥനയിൽ വെച്ച് നല്ല പ്രാർത്ഥന ഏതാണ്? ഹബീബാ ഞങ്ങളുടെ മറുപടി എന്താ നല്ല പ്രാർത്ഥന? എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആയാണ് ഏറ്റവും നല്ല ടോപ്പ് ദുആ. എന്നാമത് ചിന്തിക്കണം, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് അത്ര മാത്രമുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ദുആക്ക് എത്ര വലിയ പവറുണ്ടാവും? നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് വലിയ മഹത്വം ഉണ്ട് എങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ദുആ, അല്ലെ? നിസ്കാരം കഴിഞ്ഞിട്ട് പോയാലും നമ്മൾ ദ്വാരക്കുന്ന പ്രശ്നമല്ല. ഈ ദ്വാക്ക് ഉള്ളതോട് കൂടി തന്നെ വേണ്ടേ? മറ്റുള്ള ഏത് ദ്വാരായാലും ദ്വാരക്കാം, പാതിരാത്രിയുള്ള ദ്വാ, അത് വലിയ ഇജാബത്തുള്ള ദ്വാരാണ്. പക്ഷെ ആ ദ്വാരക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ പോയി പോയാൽ പൊതുവെ നഷ്ടപ്പെട്ടാൽ നമുക്ക് ദ്വാര കണ്ടിന്യൂ ആക്കാം. പക്ഷെ ഇതേ പറ്റൂല. ഈ ദ്വാ ഉള്ളതോടുകൂടി വേണ്ടേ? നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ദ്വാ, അല്ലെ? എത്ര വലിയ ഗൗരവമുള്ള ദ്വാ. നമ്മുടെ സമയമില്ല, അല്ലെ? 6 വിഷയങ്ങൾ അതിനുണ്ട്. 6 വിഷയങ്ങൾ. മറ്റൊരു വിഭാഗത്തിൽ നോക്കി 7 വിഷയങ്ങൾ. 7 ദ്വാ എന്താ എന്നോട് പറയുന്നത്? റബ്ബി ഗ്ഫിർലി, പടച്ചോനെ എനിക്ക് നീ പൊരുത്തതാ അല്ലാഹ്, എനിക്ക് നീ പൊരുത്തതാ അല്ലാഹ്. പടച്ചോനോട് മാപ്പ് ചോദിക്കാൻ നമ്മൾ ആവശ്യം പറയാം. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചോനെ, ആ പാപങ്ങൾ എനിക്ക് നീ പൊരുത്തതരണേ റബ്ബി ഗ്ഫിർലി എന്ന് പറയാണ്. വർഹംനി, അല്ലാഹുവേ എന്നോട് നീ റഹ്മത്ത് കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ എന്ത് നഷ്ടമാണ്, അല്ലെ?
പടച്ചോന്റെ റഹ്മത്തില്ലെങ്കിൽ എല്ലാ മേഖലയിലും നമുക്ക് വലിയ നഷ്ടമാണ്. താഴേക്ക് ഇറക്കിയ കാറ്റ് രണ്ടാമത് മോളിൽ പഠിക്കണമെങ്കിൽ അള്ളാന്റെ റഹ്മത്ത് വേണം. അല്ലെ, മോളിൽ വലിച്ചത് താഴേക്ക് ഇറങ്ങണമെങ്കിൽ റഹ്മത്ത് വേണോ? കൊറോണയുടെ സമയത്ത് കണ്ടതല്ലേ, കൊറോണയുടെ സമയത്ത് ഓക്സിജൻ കിട്ടാതെ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു രംഗങ്ങൾ എന്തായിപ്പോ. ഇപ്പൊ അതേ ഓക്സിജൻ തന്നെ ഞാൻ വിളിക്കുന്നതാണ്. ഓരോരുത്തരും വലിക്കുന്നതും വിടുന്നതും എല്ലാം എങ്ങനെ നമുക്ക് പ്രയാസമില്ലാതെ പറ്റുന്നു? അള്ളാന്റെ റഹ്മത്താണ്. അല്ലെ, മോദിക്കണമെങ്കിൽ അള്ളാന്റെ റഹ്മത്ത് വേണോ, കാശിക്കണമെങ്കിൽ അള്ളാന്റെ റഹ്മത്ത് വേണോ? റഹ്മത്തില്ലാതെ ഒരു കാര്യവും നമുക്ക് നടക്കൂല. അള്ളാ എന്നോട് നീ റഹ്മത്ത് ചെയ്യണേ അള്ളാ. പിന്നെന്താ? പടച്ചോനെ എനിക്ക് നീ എന്റെ കാര്യങ്ങൾ നീ പരിഹരിക്കണേ അള്ളാ. ഞാൻ പലതും ചെയ്തു പോയിട്ടുണ്ട്, പല പാപങ്ങളും പല കുറ്റങ്ങളും. പക്ഷെ അതിന്റെ പ്രതിവിധിയായിട്ട് എന്തെങ്കിലും എന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഞാൻ ചെയ്യണ്ടേ, എന്തെങ്കിലും അതിന്റെ പ്രതിവിധിയായിട്ട് പാപങ്ങൾക്ക് പകരമായി എന്നെ സന്തോഷിപ്പിക്കുന്ന വല്ലതും ഞാൻ ചെയ്യേണ്ട പടച്ചോനെ. അതുകൊണ്ട് നീ നഷ്ടപരിഹാരം ചെയ്യാൻ പരിഹരിക്കാനുള്ള ഒരു അവസരം എനിക്ക് നീ തരണേ അള്ളാ. പിന്നെയോ നാലാമത്തെ എന്നെ നീ ഉയർത്തണേ അള്ളാ. എനിക്ക് നീ ഉയർച്ച നൽകണം, എനിക്ക് നീ ഉയർച്ച നൽകണം. എന്തൊരു ദുആയ! എനിക്ക് നീ റിസ്ക് തരണേ അള്ളാ. നിസ്കാരത്തിന്റെ ഉള്ളിൽ അള്ളാഹിനോട് ചോദിക്കാണ്, റിസ്ക് തരണേ അള്ളാ. എന്റെ റിസ്കിന്റെ കാര്യം. ചിലപ്പോ എന്റെ ഉപ്പ ഗൾഫിലായിരിക്കും, അല്ലെ എന്റെ മോൻ ഗൾഫിലായിരിക്കും. എന്തിനാ പോയത്? റിസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ആ റിസ്കിൽ ആര് ഉൾപ്പെടുന്നുണ്ട്? ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, മക്കള്, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ സഹോദരന്മാർ, അവരൊക്കെ ഉൾപ്പെടുകയാണ്. പടച്ചോനെ എനിക്ക് നീ ഹിദായത്ത് താ, നേർവഴി താ പടച്ചോനെ. എനിക്ക് നീ ആരോഗ്യം താ. എന്തൊരു ഈ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ഈ ഒരു പ്രാർത്ഥന, ഇത് ഒരു വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ എന്ത് നിസ്കാരാണ്. അതുകൊണ്ടല്ലേ ആ പോകുന്ന സഹാബിയെ നിർത്തി പറഞ്ഞ നീ മടക്ക 5 സ്വലാത്ത് നിസ്കാരം മടക്കുപോലെ നീ നിസ്കരിച്ചില്ല. നമ്മുടെ നിസ്കാരം അങ്ങനെയാണ് പറഞ്ഞത്. പള്ളിക്ക് വരുന്നത് കാണുന്നുണ്ട്, പോകുന്നത് കാണും. എപ്പോഴാ ഈ ദ്വാ? അല്ലെ, ഇപ്പൊ നമ്മൾ സുബഹി നിസ്കാരത്തിൽ 2 തവണ ഈ ദ്വാ നാം നടത്തി. ദുഹർ നിസ്കാരാണെങ്കിൽ 4 തവണ ഈ ദ്വാ ആവർത്തിച്ച് അള്ളാഹിനോട് നാം പറയാം. അല്ലെ, അവസാനം മറ്റൊരു കാര്യമുണ്ട്, എന്നും കൂടി എന്റെ പാപങ്ങൾ നീ കൊടുത്തത് എനിക്ക് നീ വിട്ടുവീഴ്ച അവിടെ ചോദന. 7 കാര്യങ്ങളാണ്. ഏഴ് വിഷയങ്ങൾ നമ്മുടെ ഈ പ്രാർത്ഥനയിലുണ്ട്. ഇതാണ് പറയുന്നത് എന്താ? നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ഒരു പ്രക്രിയയാണ്. അള്ളാഹുവിനോട് നമ്മൾ ആവശ്യം പറയും. മാത്രമല്ല അത്തയ്യാത്തിന്റെ അവസാനം, രണ്ടാമത്തെ അത്തയ്യാത്തിന്റെ അവസാനം പിന്നെയും കൂടി ഇങ്ങനെ അവസാനം വരെ നമ്മുടെ ആവശ്യം പറയണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാം. ഇതാണ് നിസ്കാരത്തിന്റെ ഇടയിലുള്ള 5 കാര്യങ്ങൾ. ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ദുആഉൽ ഇബാദത്താണ്. ഇബാദത്തിന്റെ ദുആ, അത് അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ പറയാം, അള്ളാഹുവിനെ വാഴ്ത്തുക, അള്ളാഹുവിന്റെ ബഹുമാനങ്ങൾ എടുത്തു പറയുക. അതാണ് എന്ന് പറഞ്ഞത് ദുആഉൽ ഹാജ. അടിമകളാകുന്ന നമ്മുടെ ആവശ്യം ഉടമയായ അള്ളാഹുവിനോട് പറയലാണ്. ഇതാണ് നിസ്കാരത്തിന്റെ ഇടയിലുള്ള രണ്ടാമത്തെ വിഷയം. ഇനി 3 വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെയും ചിന്തിച്ച് ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സമയം മതിയാവില്ല. അതല്ല, കാരണം എന്താ? നമ്മൾ കഷ്ടപ്പെടുന്ന റിസ്കിന് വേണ്ടിയിട്ടല്ലേ ഓടുന്നതും, നട്ടോട്ട് ഓടുന്നതും, കഷ്ടപ്പെടുന്നതും, രാവിലെ എണീക്കുന്നതും, പായുന്നതും റിസ്കിന് വേണ്ടിയിട്ടല്ലേ. ആ റിസ്കിന്റെ കാര്യം നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ ചോദിക്കാനുള്ള ഒരു അവസരം. നാം കഷ്ടപ്പെടുന്ന അവസാനം ഹിദായത്തോടു കൂടി മരിക്കണമെന്നാണ്. ഹിദായത്ത് നിലനിർത്തുന്നോ? മരണസമയത്തും ഹിദായത്ത് വേണോ? എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ദുആണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഹാജത്തുകൾ മുഴുവനും കബൂലാക്കട്ടെ. നമ്മുടെ ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ അർത്ഥം അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ കേട്ട് അതിനുള്ള ഉത്തരം നീ നൽകണേ നോക്ക്, അതിനുള്ള ഇജാബത്ത് നൽകണേ നോക്ക്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് വസിയ്യത്ത് ചെയ്തവരാണ്. പടച്ചോനെ, എല്ലാ മുറാദുകളും എല്ലാ ഹാജത്തുകളും നമ്മുടേതും അവരുടേതും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ദുനിയാവിൽ പടച്ചോനെ ജീവിക്കുന്ന കാലം ഇസ്സത്തുള്ള ജീവിതം നൽകണേ റബ്ബേ, റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ശാരീരികമായി പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസം
പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ പടച്ചവനെ നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ സ്വന്തം വീടുകളിലും സ്വന്തം കുടുംബങ്ങളിലും സ്വന്തം അയൽവക്കങ്ങളിലും എത്രയോ ആളുകളുണ്ട് പടച്ചവനെ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. യാ അല്ലാഹ് ആഫിയത്ത് നൽകുന്നുണ്ട്. ദുനിയാവിന്റെ ഏറ്റവും വലിയ സന്തോഷം പണമല്ല, സമ്പത്തല്ല, വീടല്ല പടച്ചവനെ. ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമാണല്ലോ പടച്ചവനെ. അത് ഒരു ദിവസം ഒരു മിനിറ്റ് അത് നഷ്ടപ്പെടുമ്പോ അതിന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നവരാണ്. ആ ആരോഗ്യം നീ മരണം വരെ നീ നിലനിർത്തുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവരാണ് ഇവിടെ ഇരുന്ന ഓരോരുത്തരും. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദനയാണ് പടച്ചവനെ. യാ അല്ലാഹ് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ മലമൂത്ര വിസർജനത്തിന് പോലും പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ സദസ്സിലും വസിയത്ത് ചെയ്തവരിലുമുണ്ട് പടച്ചവനെ. എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പറയാനുള്ളത് നിന്നോടാണല്ലോ. ഞങ്ങൾക്ക് നമ്മുടെ ദുആ കേട്ട് നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഇജാബത്ത് നൽകി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അവർക്ക്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ സ്നേഹിതന്മാർ ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അവർക്ക്. അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ഹാജിമാർ അല്ലാഹ് അവരുടെ യാത്രയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഗൾഫിലേക്ക് യാത്ര ഇന്നിപ്പോ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. നമ്മുടെ പള്ളിയെ നല്ലോണം സ്നേഹിച്ച ഒരു യുവാവ ഒരുപാട് കൊല്ലത്തിന് ശേഷം ഗൾഫിലേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മനസ്സിന് സമാധാനം കൊടുക്കണേ അവർക്ക് അല്ലാഹ്. നല്ല ഹൈറായ ജോലിയുടെ വഴി ആ കൂട്ടുകാരനും ഗൾഫിൽ പോയി ജോലിയില്ലാതെ ബേജാറായ എല്ലാ ആളുകൾക്കും നീ നൽകണേ അവർക്ക്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു